പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി വീണ്ടും ഒരുമിച്ച് പ്രഭാത ചിന്ത പങ്കിടുവാൻ സർവകൃപാലുവായ ദൈവത്താൽ ഒരുക്കപ്പെട്ട നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു മനോഹര പ്രഭാതം കൂടെ ഭൂമിയിൽ നമുക്ക് സംജാതമാക്കി തന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരമപ്രധാനമായ വിഷയമാണ് എന്തുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു 1000 ആണ്ട് വാഴ്ച വെക്കുവാനുള്ള കാരണം. അതിൽ കഴിഞ്ഞ പ്രഭാതത്തിൽ ഞാൻ പറഞ്ഞു നിർത്തിയ ഭാഗം ക്രിസ്തു തൻ്റെ രാജ്യത്വം ഈ ലോകത്തിന് വെളിപ്പെടുത്താനാണ്. അത് എങ്ങനെയുള്ള രാജ്യത്വമാണ്? ആ രാജ്യത്വത്തിൻ്റെ പ്രത്യേകത അനീതി എന്ന് പറയുന്ന ഒരു സംഭവം ആ രാജ്യത്തിലില്ല. പിന്നെ ഭൂരാജാക്കന്മാർക്കും സകല അധിപതികൾക്കും ഇവിടെ വാഴാൻ, അനീതിയില്ലാതെ ലോകം ഭരിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന ഒരു മേഖലയാണ് ഈ 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള വളരെ വിശദീകരിക്കപ്പെട്ടൊരു ചരിത്രമാണ് നമ്മൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട വിധം ഇവിടെ അനീതിയില്ലാതെ, അക്രമമില്ലാതെ ഒരു നല്ല നാട് ഭരിക്കുവാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന ഏക ഭരണ സമ്പ്രദായമാണ് മില്ലേനിയൽ കിങ്ഡം അഥവാ സഹസ്രാബ്ദ വാഴ്ച എന്ന് പറയുന്നത്. അതിൽ ഇന്നലെ ഞാൻ പറഞ്ഞു നിർത്തിയത് യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വം വെളിപ്പെടാൻ 2 ഭാഗങ്ങൾ ഞാൻ വായിച്ചിരുന്നു. ഇന്നത്തെ പ്രഭാതത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റാനായിട്ടാണ്. എന്താണ് ക്രിസ്തു അല്ലെങ്കിൽ ദൈവം തൻ്റെ ജനത്തോട് നൽകിയ വാഗ്ദത്തങ്ങൾ? അതായത് നമുക്കറിയാം, ദാവീദിനോടും ഇസ്രായേലിനോടും ദൈവം നൽകിയ രാജ്യത്വ വാഗ്ദത്തങ്ങളുണ്ട്. ആ വാഗ്ദത്തങ്ങൾ നിരവധി ഭാഗങ്ങളുണ്ട്. എങ്കിലും പരമപ്രധാനമായ 1-2 വേദഭാഗങ്ങൾ നമ്മളിവിടെ വായിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2 ശമൂവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഞാനിവിടെ ഒന്ന് വായിക്കാം. 2 ശമൂവേലിൻ്റെ പുസ്തകം, അതായത് 7-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ആ വാക്യം എങ്ങനെയാണ്? നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ, നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരോടുകൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവൻ്റെ രാജ്യത്വം ഉറപ്പിക്കുകയും ചെയ്യും. 13-ാമത്തെ വാക്യം. 13-ാമത്തെ വാക്യത്തിൽ അവൻ എൻ്റെ നാമത്തിന് ഒരാലയം പണിയും, ഞാൻ അവൻ്റെ രാജ്യത്വത്തിൻ്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. 14-ാമത്തെ വാക്യം. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും. അവൻ കുറ്റം ചെയ്താൽ ഞാൻ അവനെ മനുഷ്യരുടെ വടികൊണ്ടും മനുഷ്യപുത്രന്മാരുടെ അടികൊണ്ടും ശിക്ഷിക്കും. 15-ാമത്തെ വാക്യം. എങ്കിലും നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ ശൗങ്കൽ നിന്ന് ഞാൻ എൻ്റെ ദയ നീക്കിയതുപോലെ അത് അവങ്കൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല. 16-ാമത്തെ വാക്യത്തിൽ. നിന്റെ ഗ്രഹവും നിന്റെ രാജ്യത്വവും എൻ്റെ മുൻപാകെ എന്നേക്കും സ്ഥിരമായിരിക്കുകയും നിന്റെ സിംഹാസനവും എന്നേക്കും ഉറച്ചിരിക്കും എന്നാണ്.
അപ്പം ഇവിടെ പറയുന്ന വാഗ്ദത്തങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാഗ്ദത്തം ഇവിടെ ലഭിക്കപ്പെടുകയാണ്. ഇനി മറ്റൊരു ഭാഗത്തേക്ക് വരുമ്പോൾ, ഞാൻ ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ പണിയും, നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണി. അങ്ങനെയുള്ള നിരവധി വാഗ്ദത്തങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയും. എങ്കിലും ഒരു അധ്യായം കൂടെ ഞാനൊന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 32-33 വാക്യങ്ങൾ കൂടെ നമ്മളൊന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 32-33 വാക്യങ്ങൾ. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവൻ വലിയവനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. ഇനി 33-ാമത്തെ വാക്യത്തിൽ, അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം എന്നോട് ചോദിക്കാം, പാസ്റ്ററെ, ഈ കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ ഡിവോഷൻ ചെയ്ത സമയത്ത് ഇങ്ങനെ അധികം വാക്യങ്ങൾ വായിച്ച് ഞങ്ങൾ കേട്ടില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഇതിനെ അരക്കിട്ടുറപ്പിക്കുന്ന നിരവധി വാഗ്ദത്ത വാക്യങ്ങൾ നമ്മൾ പറഞ്ഞ് പഠിച്ചു പോയെങ്കിൽ മാത്രമേ നമുക്കത് ഒന്നും കൂടെ ഉറപ്പായി കിട്ടുകയുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വാക്യങ്ങൾ പ്രധാനമായും വായിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ടാമത്, ഈ ക്രിസ്തു എന്തിനാണ് ഈ 1000 ആണ്ട് വാഴ്ച ഈ ഭൂമിയിൽ വെക്കുന്നത് എന്ന് ചോദിച്ചാൽ, രണ്ടാമത്തെ ഉത്തരം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അത് നിറവേറ്റുവാനായിട്ടാണ്. അതായത് വാഗ്ദത്തങ്ങൾ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മളെക്കുറിച്ചുള്ള ദൈവിക വാഗ്ദത്തങ്ങളല്ല, തൻ്റെ പുത്രനായ ക്രിസ്തുവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഏതൊക്കെയുണ്ടോ അതെല്ലാം നിറവേറ്റപ്പെടുന്ന ഒരു കാലഘട്ടമാണ് 1000 സംവത്സരം എന്ന് പറയുന്നത്. അപ്പോൾ ആ 1000 ആണ്ട് വാഴ്ചയിൽ പിതാവായ ദൈവം പുത്രന് നൽകിയ വാഗ്ദത്തങ്ങളുടെ നിറവേറലുകൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. നമ്മൾ പറയാറില്ലേ, നമ്മുടെ വാഗ്ദത്തങ്ങൾ വെളിപ്പെടുന്ന വർഷമാണ്, നമ്മുടെ വാഗ്ദത്തങ്ങൾ വെളിപ്പെടുന്ന ദിവസമാണ്, നമ്മുടെ വാഗ്ദത്തങ്ങൾ കൺകുളിർക്കെ കാണുന്ന സമയങ്ങളാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ, നമ്മുടെ കൺകുളിർക്കെ കാണുന്ന വാഗ്ദത്തങ്ങൾ നിറവേറ്റപ്പെട്ട് കാണുന്ന സംവത്സരമാണ് 1000 സംവത്സരം, 1000 വർഷം എന്ന് പറയുന്നത്. ആ വാഗ്ദത്തങ്ങളെ വെളിപ്പെടുത്താൻ ക്രിസ്തു 1000 ആണ്ടേക്ക് സഭയായി ഇവിടെ ഇറങ്ങി വരികയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ നമുക്ക് കേൾക്കാം. ഇപ്പോൾ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും, വലിയ അനുഗ്രഹമാക്കി തീർക്കണം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.